അജിത്ത്, എൻഫോഴ്സ്മെന്റ് RTO നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ അജിത്ത്, ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ് ഈ പെർമിറ്റ് പാലിക്കുന്നില്ല? ട്രിപ്പുകൾ കട്ട് ചെയ്യുന്നു, നേരത്തെ പോകാൻ നിശ്ചയിച്ച റൂട്ടിൽ ഓടുന്നില്ല, അങ്ങനെ നിരവധി നിയമലംഘനങ്ങളാണല്ലോ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാതെ പോകുന്നത്? ഇവ നേരത്തെ തന്നെ ഇവയ്ക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. നടപടിയെടുത്ത് ക്രോഡീകരിച്ചിട്ട് തിരുവനന്തപുരം RTOയ്ക്ക് ഇതിന്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ അടക്കമുള്ള നടപടികളിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്നിപ്പോ ഞങ്ങൾ തന്നെ 2 സ്പെഷ്യൽ സ്ക്വാഡ്, സിറ്റി സ്ക്വാഡ് 1ഉം 2ഉം കേന്ദ്രീകരിച്ച് ഇവയ്ക്കെതിരെ ശക്തമായ നടപടി എടുക്കാനായിട്ടുള്ള നടപടിക്രമം ആരംഭിച്ചിട്ടുണ്ട്. അതായത് നടപടികൾ നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞു എന്നാണോ അങ്ങ് പറയുന്നത്? അതെ, നേരത്തെ തന്നെ നടപടികൾ എടുക്കുകയും അത് രേഖാമൂലം തിരുവനന്തപുരം RTOയ്ക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷെ അത് ഫലത്തിലേക്ക് വന്നില്ല. നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടൊരു വിഷയം തന്നെയാണ്, ഫലത്തിലേക്ക് വന്നില്ല. ഇപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കർശനമായ ഒരു ഇടപെടൽ വീണ്ടും ഉണ്ടാവുകയാണോ? അതെ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോ നമ്മുടെ RTA ബോർഡുകൾ കഴിഞ്ഞ 2 മാസങ്ങളായി നടക്കുന്നുണ്ടായില്ല. അപ്പൊ RTA ബോർഡിൽ വെക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ പറയുന്ന മാതിരി ഇന്ന് മുതൽ നമുക്ക് കൂടുതൽ ശക്തമായ നടപടിക്രമം അവർക്ക് സ്വീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കാൻ കഴിയും? നേരത്തെയും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതാണ് എന്ന് അങ്ങ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പക്ഷേ നിയമലംഘനം തുടരുന്നത്? ഇനി നമുക്ക് എന്ത് നടപടി, മോട്ടോർ വാഹന വകുപ്പിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? റൂട്ട് തെറ്റിച്ചോടുന്ന വാഹനങ്ങൾക്കെതിരെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ കഴിയും. അല്ലാതെ പെർമിറ്റ് കട്ടയിൽ ചെയ്യുന്ന വാഹനങ്ങളുടെ നടപടി എടുക്കാൻ കഴിയും. മറ്റെന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ അതും നടപടി എടുത്തുകൊണ്ട് അവരുടെ പെർമിറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി RTA ബോർഡിൽ വെക്കുന്നതിനുള്ള നടപടിക്രമം ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നന്ദി ശ്രീ അജിത്ത്. ഏതായാലും നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, തെരഞ്ഞെടുപ്പിൻ്റെതായ സാങ്കേതിക സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വാർത്ത വന്ന സാഹചര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നു, നടപടി ഉണ്ടാകും എന്നതാണ്. പെർമിറ്റ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകും എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്.